ഹലോ ഗൈസ്, ഒന്നും കൂടെ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് കനത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബ്ദത്തിന് കുറച്ചധികം കനമുണ്ട്. ഒരു പനി വന്നു പോയതിൻ്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറിയെങ്കിലും ശബ്ദം അങ്ങോട്ട് ശരിയായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടെ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തെത്തുക എന്ന് എനിക്കും വിഷ്ണുവിനും അറിയാത്തൊരു യാത്രയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഒരു കാര്യം ചെറുതായിട്ടൊന്ന് മാറ്റി. ഒന്നല്ല, രണ്ട്. ചെറുതായിട്ട് മെൻറ്റാലിറ്റിയും അതിൻ്റെ ഒപ്പം അപ്രോച്ചിങ്ങും ഇത് രണ്ടും മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അത് കുറച്ച് കാലമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നത് പോലെ കാണാൻ വേണ്ടി തുടങ്ങി. ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്നത്തെ എൻ്റെ ശബ്ദം നിങ്ങളൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യണം എന്നാണല്ലോ പറയുക. അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ എണീക്കുന്നത്. ഇപ്പോൾ വീക്ക് ഡേയ്സ് ആണെങ്കിലും വീക്കെൻഡ്സ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പം എണീക്കുന്നത് ഒരു 6:30 to 7 ഉള്ളിലാണ്. പക്ഷെ അത് മെല്ലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു 5:30-6 ഉള്ളിൽ എണീക്കുന്നത് പോലെ പ്ലാൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഒട്ടും ഒരു മോർണിംഗ് പേഴ്സൺ അല്ലാത്ത ഒരാളാണ്. എനിക്ക് രാത്രി എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. പക്ഷേ രാവിലെകൾ എനിക്ക് കുറച്ച് മെല്ലെ എണീക്കുന്നതായിരുന്നു ഇഷ്ടം. ഞാനങ്ങനെ ആകെ രാവിലെ നേരത്തെ എണീറ്റിരുന്ന സമയം ഒന്ന് 10th ബോർഡ് എക്സാമിൻ്റെ സമയത്ത്, പിന്നെ 12th ബോർഡ് എക്സാം, പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്തൊക്കെ നേരത്തെ എണീറ്റ് പഠിക്കുമായിരുന്നു. അതല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോൺ രാവിലെ മെല്ലെ എണീക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ട് എങ്ങനെ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് യുവിക്ക് നല്ലൊരു പേരൻ്റ് ആവാം എന്നുള്ളതിൻ്റെ പല എക്സ്പീരിയൻസാണ് ഞാനും വിഷ്ണുവും കൂടെ നോക്കുന്നുണ്ടായിരുന്നത്. അതിലെനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തൊരു കാര്യമാണ് ഞാൻ കുറച്ച് നേരത്തെ കിടന്ന് രാവിലെ എണീക്കുക എന്നുള്ളത്. എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നത് എനിക്ക് രാവിലെ. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അധിക ദിവസങ്ങളിൽ ഇപ്പോൾ രാവിലെ എണീറ്റ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. രാവിലെ എണീറ്റ ഉടനെ ഞാൻ ചെയ്യാറ് ഒരു ടു ഡു ഞാൻ എഴുതാറുണ്ട്. ഈ ഒരു ദിവസം എനിക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മുന്നേ ഞാൻ ഈ ഒരു ടു ഡു ലിസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈവനിങ് ആകുമ്പോഴേക്ക് എല്ലാം ചെയ്ത് തീർക്കണം, എല്ലാം ഞാൻ എനിക്ക് ടിക്കിടാൻ പറ്റണം എന്നായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിലൊരു മെൻറ്റാലിറ്റി ചേഞ്ച് കൊണ്ടുവന്നു. ഇതിൽ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു 3-4 കാര്യങ്ങൾ ഞാൻ മുകളിൽ എഴുതി വെക്കും. അതിൽ തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ എൻ്റെ ഡേ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തന്നെയാണ് കേട്ടോ കാണാറ്. കാരണം ഇവിടുന്ന് എത്തിയ ഉടനെ പല ദിവസങ്ങളിലും ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഈ പറയുന്ന പോലെ ഈ ഒരു ചേഞ്ച് എനിക്കൊരു വലിയ ചേഞ്ച് തന്നെയാണ്. ഇപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കാൻ ഉള്ള ഒരു കാൽക്കുലേഷൻ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യം എൻ്റെ മാനേജറായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇങ്ങോട്ട് മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ പോലും എനിക്ക് മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കലണ്ടർ നോക്കുന്നൊരു സ്വഭാവം എനിക്ക് കാര്യമായിട്ടില്ലാത്തത് കാരണം എല്ലാ ദിവസവും എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടു ഡൂസിൽ അപ്ഡേറ്റ് കിട്ടാറ് ഈ ഒരു മീറ്റിംഗിൽ നിന്നായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യാത്തത് കാരണം ഒരുപാട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ റീകൺസിഡർ ചെയ്ത് രാവിലെ എണീറ്റുടനെ ആദ്യം ചെയ്യുന്നത് ഈ ഒരു മീറ്റിംഗ് ആണ്. അതും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിന് നമുക്കൊരു മൂഡും കൂടെ ആവശ്യമാണല്ലോ, അതെല്ലാം ഒത്തു വരികയാണെങ്കിൽ. ഞാനൊരു പുതിയ ശീലം ഡെവലപ്പ് ചെയ്തെടുത്തത് എന്താണെന്ന് അറിയോ? രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുക എന്നുള്ളത്. കാപ്പിപ്പൊടിയും ഓട്ട് മിൽക്കും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ടയേർഡായിട്ടുള്ളത് പോലെയും കുറച്ചൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഫി എന്നെ ചില ദിവസങ്ങളിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാനൊരു കോഫി കുടിച്ചിട്ടാണ് ഇപ്പോൾ ദിവസം തുടങ്ങാറ്. പിന്നെ ഓട്ട് മിൽക്ക് എന്താ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില സമയങ്ങളിൽ പാൽ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുണ്ട്, ചില സമയങ്ങളിൽ തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഓട്ട് മിൽക്ക് ഉപയോഗിക്കാറുണ്ട്. ഇനി കുറച്ച് പ്രകൃതിയൊക്കെ കണ്ട് സമാധാനമായി ഒരു 10 മിനിറ്റ് ഇരുന്ന് എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ കാപ്പി കുടിക്കാം. ഈ ഒരു സമയമൊക്കെ എനിക്ക് മുന്നേ അത്ര വലിയൊരു വിലയില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഓരോരോ 5 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്തും കൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇനി രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ നമുക്ക് ചെയ്യാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറ്റി വയ്ക്കുക. അങ്ങനെ കിച്ചണൊന്ന് നമുക്ക് രാവിലെ സ്റ്റാർട്ടാക്കി എടുക്കണമല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ മീൽ പ്രപ്പ് ചെയ്യുന്നത് കാരണം ലഞ്ചും ഡിന്നറും ഒക്കെ നമുക്ക് ഒരുപാട് പണി അതിൽ വരില്ല. എടുക്കുക, ചൂടാക്കുക, പിന്നെ ചപ്പാത്തി ആണെങ്കിൽ അത് മാത്രം ഒന്ന് പരത്തുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്
എഗ്ഗും അവക്കാഡോയും കോട്ടേജ് ചീസും ഉണ്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ വീട്ടിലെ ഏറ്റവും ചിലവ് വരുന്നത് ഇപ്പോൾ എഗ്ഗാണ്. കാരണം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ കുറച്ച് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുമല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ചിലവുള്ളൊരു കാര്യം ഇപ്പോൾ എഗ്ഗാണ്. പക്ഷേ കഴിഞ്ഞ 1 വീക്കായിട്ട് നമ്മൾ ജിമ്മിൽ പോയിട്ടില്ലേ. കാരണം രണ്ടുപേർക്കും ചെറിയ പനിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ബോഡിക്ക് ഒരു റിക്കവറി ടൈം കൊടുക്കണ്ടേ. അതിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ 1 വീക്ക്. പിന്നെ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീക്കിൽ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കും ഏത് ദിവസം ഏത് സമയത്താണ് ഓരോരോ ആൾക്കാർ ജിമ്മിൽ പോകുന്നതെന്നുള്ളത്. വിഷ്ണു ഇപ്പോൾ വീക്ക്ലി 3 ദിവസമാണ് പോകുന്നത്. ഞാൻ വീക്ക്ലി 4 ഡേയ്സ്, ചിലപ്പോൾ ഞാൻ 5 ഡേയ്സ് പോകും. കാരണം ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വരികയല്ലേ. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളധികം ഇങ്ങനെ പോയിട്ട് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 4-5 ഡേയ്സ് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസം എത്ര സമയമാണ് എപ്പോഴാണ് പോകുന്നതെന്നുള്ളതൊക്കെ ഒരാഴ്ച തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞായറാഴ്ച നമ്മളൊന്ന് പ്ലാൻ ചെയ്യും. കാരണം മറ്റ് സമയങ്ങളിൽ, അതായത് ഒരാൾ പോകുന്ന സമയത്ത് മറ്റൊരാൾ വലിയ പ്ലാനൊന്നും ചെയ്യാതെ വീട്ടിൽ യുവിടൊപ്പം ഇരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി യുവിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ നമ്മളൊരു ഫ്രൂട്ട് പ്യൂരിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇന്ന് ആപ്പിളാണ് നമ്മൾ കൊടുക്കുന്നത്. രാവിലെ പൊതുവേ ഫ്രൂട്ട്സും വൈകിട്ട് പൊതുവെ വെജിറ്റബിൾസും, അങ്ങനെയാണ് നമ്മളതിലൊരു ബാലൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ നേരത്തെ വെളിച്ചാവാനും കുറച്ചും കൂടെ വൈകിയിട്ടാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിൻ്ററൊക്കെ ഇങ്ങനെ അവസാനിച്ച് തുടങ്ങാനായില്ലേ എന്ന് വിചാരിക്കാം. 1 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വെളിച്ചാവും. വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇരുട്ടാവുന്നത്. ഇന്ന് എൻ്റെ പണികളൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ തീർന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു വരുമ്പോഴേക്ക് നമുക്ക് ഡിഷും കൂടെ ക്ലീൻ ചെയ്ത് വെക്കാം. ഈ ഡിഷിൽ ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ പാത്രങ്ങളെല്ലാം തിരിച്ച് അതിൻ്റേതായ സ്ഥലങ്ങളിൽ എടുത്ത് വെക്കുക എന്നുള്ളത് വിഷ്ണു ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ വാഷിങ്ങും ഡ്രൈയിങ്ങും ഒക്കെ വിഷ്ണുവിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ചെയ്യുന്ന അത്രയും നന്നായിട്ട് ഇപ്പോൾ ഡിഷ് ലോഡ് ചെയ്യാനോ അതിൽ പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും എനിക്ക് അത്രയും അറിയില്ല. യുവി എണീറ്റ് വരുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ മാക്സിമം 6 ദിവസത്തെ മീറ്റിംഗ് എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതെൻ്റെ ടീമിനായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ അത് പിന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയൊരു മീറ്റിംഗ് ആണല്ലോ. എനിക്ക് കൂടുതൽ ചിന്തിക്കാനൊന്നും ഉണ്ടായിരിക്കില്ല. ഓൾറെഡി ചിന്തിച്ച കാര്യങ്ങൾ പറയാനേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡിഷ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതും കൂടെ പറഞ്ഞങ്ങോട്ട് തീർക്കാമെന്ന്. നമുക്ക് ഈ ടവൽസ് ഒന്ന് മാറ്റാം കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇത് വാഷ് ചെയ്യാനിട്ട് പുതിയ ടവൽ വെക്കാറുണ്ട്. എനിക്കിതിൽ കൈ തുടയ്ക്കുന്നത് മാത്രമേ താല്പര്യമുള്ളൂ. പക്ഷേ വിഷ്ണു ഇടയ്ക്ക് കഴുകി വരുന്ന പാത്രങ്ങളൊക്കെ അല്ലേ ഡിഷിൽ, അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് തുടയ്ക്കുന്നത് കാണാം. എനിക്കത് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മാറില്ല. അതുകൊണ്ട് പിന്നെ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടി എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ വിൻ്ററാവുന്ന കാരണം ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. ആഹാ, ഇതാരാണ് ഈ എണീറ്റ് വന്നിരിക്കണമെന്ന് നോക്കൂ. ഇനി നമുക്ക് കുറച്ച് ഫാമിലി സംഭാഷണങ്ങളാവാം. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒപ്പം ചെയ്തെത്തേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്ത് രാവിലെ എണീറ്റ് വന്ന ഉടനെ നമ്മൾ രണ്ടുപേരും ഭയങ്കര കംപ്ലയിൻസ് ആയിരുന്നു. ഞാനത് ചെയ്തില്ല, വിഷ്ണു ഇത് ചെയ്തില്ല, അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല, ഇനി അത് ചെയ്യണ്ടേ, അത് വീണ്ടും ചെയ്യണ്ടേ, അങ്ങനെയുള്ള ഡിസ്കഷനായിരുന്നു രാവിലെ എണീറ്റ് വന്ന ഉടനെ തന്നെ. പക്ഷേ അത് നമ്മൾ ചെയ്യില്ല എന്നുള്ളൊരു ഡിസിഷനും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് വന്ന് 1 മണിക്കൂർ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസാണ് നമ്മൾ രണ്ടുപേരും ചെയ്യുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ നമ്മളെടുത്തു. അത് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആൻഡ് അത് ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു തീരുമാനമായിട്ടാണ് കേട്ടോ നമുക്ക് രണ്ടുപേർക്കും തോന്നിയത്. ഞെട്ടി ധരിച്ചിരിക്കുക. രാവിലെ പിള്ളേർ എണീറ്റ് വരുമ്പോഴായിരിക്കുമല്ലോ അവർ നല്ല ഫ്രഷ് മൂഡിലിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സമയമാണ്. കുറേ നേരം പ്ലേ മാറ്റിൽ കിടന്ന് കളിക്കും, കുറേ നേരം നമ്മളൊക്കെ നോക്കി ചിരിക്കുന്നതൊക്കെ കാണാം. കുറച്ച് നേരത്തിനുള്ളിൽ വിഷ്ണുവിന് സ്റ്റാൻഡപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഈ ഒരു സ്ലീപ്പ് സ്യൂട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെ മടി കാരണം അധികം ഈ ഒരു സ്റ്റെയറിൻ്റെ മുകളിലാണ് വെക്കാറ്. ഓരോ തവണ മുകളിൽ പോകുമ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ആപ്പിളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് സ്റ്റീം ചെയ്ത് നമ്മളിങ്ങനെ പ്യൂരയാക്കി എടുക്കുമ്പോൾ എത്ര കുറവേ ഉണ്ടാവുള്ളൂ എന്നറിയോ? ഒരു 3 ടേബിൾ സ്പൂണൊക്കെ കഷ്ടി കിട്ടിയാലായി, അത്രേ ഉണ്ടാവാറുള്ളൂ. ഇനി നമുക്ക് യുവിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. യുവിക്ക് ഇപ്പോഴും കംപ്ലീറ്റ്ലി ചെയറും ബിബും ഒന്നും മുഴുവൻ അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അതിലിരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവക്കാഡോയും എഗ്ഗും കുറച്ച് കോട്ടേജ് ചീസുമാണ്. ഒരു സ്വീറ്റ് പൊട്ടേറ്റോ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഈ തിരക്കിനിടയിൽ അങ്ങോട്ട് വിട്ടുപോയി. ഇനി നമുക്ക് നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഒന്ന് കഴിക്കാം. ഞാൻ ഡെയിലി മൾട്ടി വൈറ്റമിൻ കഴിക്കാറുണ്ട്, പിന്നെ വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട്, പിന്നെ ചില ദിവസങ്ങളിൽ ഓർമ്മ വരികയാണെങ്കിൽ ഒമേഗ-3 കഴിക്കാറുണ്ട്. ഇത് 3 ഞാൻ മെയിൻലി കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സും കൂടെ കഴിക്കും. നമ്മൾ ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കില്ലേ, അങ്ങനെ ഒന്നാണ് നമ്മുടെ ഫാമിലിയിൽ അയൺ ഡെഫിഷ്യൻസി. എല്ലാവർക്കും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക്, മേമ്മമാർക്ക്, അമ്മമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. സമയം 10 മണിയായപ്പോഴേക്ക്
ഏകദേശം എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് യുവിയുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാം കേട്ടോ, അവൻ്റെ സ്ലീപ്പ് ടൈം ആവുന്നത് വരെ. ഇതെനിക്ക് ഭയങ്കര റിലീഫ് തോന്നിയ ഒരു കാര്യമായിരുന്നു. കാരണം ഈ ഒരു മോം ഗിൽറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങോട്ട് കാർന്ന് തിന്നുന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് കുറച്ചൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും യുവിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ള ഗിൽറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പണി അവസാനിപ്പിച്ച് യുവിയുടെ അടുത്ത് പോകും. യുവിയുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ എൻ്റെ ഒരു വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നില്ലല്ലോ, എന്ത് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് പിന്നെയും വർക്കിലോട്ട് വരും. അങ്ങനെ രണ്ട് സ്ഥലത്ത് സ്വിച്ച് ചെയ്ത് കളിക്കുക, രണ്ട് കാര്യങ്ങളും മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ ഒരു മാസം ഞാൻ ഫേസ് ചെയ്ത വലിയൊരു പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അതും കൂടെ എനിക്ക് വലിയൊരു മോട്ടിവേഷനായിരുന്നു, പ്രോപ്പറായിട്ട് കുറച്ചും കൂടെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതൊന്നും ആയിരുന്നില്ലേ. കാരണം യുവി നീറ്റ് വരുമ്പോഴേക്ക് എൻ്റെ മെയിനായിട്ടുള്ള വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ നീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ യുവി എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. അതെനിക്ക് നല്ലൊരു ബാലൻസ് കിട്ടിയതുപോലെ ഇപ്പം എനിക്ക് കഴിഞ്ഞൊരു കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യുവീനെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വേണ്ടി നമ്മൾ സ്ലീപ്പ് ട്രെയിനിങ് ചെയ്തപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതേ ഒരു രീതിയിൽ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ യുവിക്ക് തോന്നുന്നുണ്ടായിരിക്കും ഉറങ്ങാനുള്ള സമയമായി, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ അവനൊരു കംഫർട്ട് കണ്ടുപിടിക്കുന്ന പോലെയാട്ടോ എനിക്ക് തോന്നിയത്. ഇപ്പോൾ അവനെ അധികം വൈകാതെ ബെഡെന്ന് നമ്മൾ കിടക്കുന്നത് കുറച്ചും കൂടെ വലിയ ക്രിബ് താഴെ ഇരിക്കുന്നില്ലേ, അത് മുകളിലോട്ട് കൊണ്ടുവയ്ക്കണം. ഇവനിപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ അതിനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വീക്കിലൊക്കെ നമ്മൾ ഈ ഉറക്കം മെല്ലെ ക്രിബിലോട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി മോണിറ്റർ വെച്ച് നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാം. പണി എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായ ഒരുപാട് പണിയൊന്നും അല്ല കേട്ടോ. ചെറിയ കുറേ കുട്ടി പണികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കില്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പാട്ട് കേട്ട് എൻജോയ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ മോണിറ്റർ ഞാൻ ഇതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചത് കേട്ടോ. കാരണം പാട്ടൊക്കെ ഇട്ട് പണി ചെയ്യാൻ തുടങ്ങിയാലേ നമ്മളതിൽ കുറച്ച് ഇൻവോൾവ് ആയി കഴിഞ്ഞ് ഇവൻ കരഞ്ഞാലൊന്നും കേൾക്കാനൊരു സാധ്യതയില്ല. സോ തൽക്കാലം അത് മാറ്റി വെച്ച് നമുക്ക് പണിയിൽ ഫോക്കസ് ചെയ്യാം. എൻ്റെ ഒരു വളരെ മോശമായ സ്വഭാവമാണ്, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ബാഗില്ലേ അത് ഞാൻ ജസ്റ്റ് ഈ റൂമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയുള്ളൂ. പിന്നെ അടുത്ത ദിവസം രാവിലെയോ അല്ലെങ്കിൽ ഇത് കൂടെ പോകുമ്പോൾ കാണുമ്പോഴാണ് ഞാൻ എടുത്ത് വെക്കുക. ഇപ്പം ഞാൻ കാണുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് എടുത്ത് വെക്കാൻ സമയമില്ലാത്തത് കാരണം ആഴ്ചകളായി ഈ ബാഗൊക്കെ ഇവിടെ ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നണത്. അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. ഇവിടെയാണ് ഞാൻ എൻ്റെ ജ്വല്ലറീസ് എല്ലാം വെക്കാറ്. ഇത്തവണ നാട്ടിൽ പോയപ്പോഴേ നല്ല ഭംഗിയുള്ള കുറച്ച് ഓർഗനൈസേഴ്സ് ഞാൻ കണ്ടു ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഓർഡർ ചെയ്ത് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറച്ച് ഓർഗനൈസേഴ്സ് ഞാൻ ഐക്യെന്ന് ഈ ഓരോരോ ഡ്രോവേഴ്സിൽ വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് നല്ല സമാധാനമായിരുന്നു, റിലാക്സ് ചെയ്ത് ഒരു ദിവസം എനിക്കൊരു 4-5 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടണം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മീ ടൈമായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി കൊതിച്ച് മാറ്റി വെച്ചൊരു കാര്യമാണിത്. ഏതെങ്കിലും ഒരു സാറ്റർഡേ രാവിലെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ യുവി ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമുക്ക് കുറച്ച് സമയം കിട്ടും. അതാണ് ഞാനിപ്പോൾ നോക്കി വെച്ചിട്ടുള്ള 2 സമയം. ഇന്ന് രാവിലെ കുറച്ച് സമയം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ പ്രയോറിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ മുകളിൽ കിടക്കുന്നതുകൊണ്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഈ സൈഡിൽ എന്തെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ നിരത്തിയാണ് ഇപ്പം എൻ്റെ എല്ലാ ഐറ്റംസും വെക്കാറ്. ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ തിരിച്ച് വെക്കാം. നമുക്ക് വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചില കാര്യങ്ങൾ വാങ്ങിയത് നമുക്ക് തന്നെ പിന്നീട് തോന്നും നല്ലൊരു കാര്യമായിരുന്നു, ചിലത് നമുക്ക് വളരെ ഒരു നല്ല ബൈ ആയില്ലാന്ന് തോന്നില്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടേബിൾ കേട്ടോ. ഞാൻ ഒരുപാട് ഗവേഷിച്ച് അന്വേഷിച്ച് നോക്കി വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്തൊക്കെ വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് ആകെ മൊത്തം ഇപ്പം ഇത് ഭയങ്കര ബൾക്കി ആയിട്ടും അതേപോലെ ഒരു ചെയറില്ലാതെ നമ്മൾ നിന്നിട്ട് തന്നെ ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതങ്ങോട്ട് ശരിയായില്ല എൻ്റെ ഈ ഒരു വാങ്ങിക്കലിന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു സൈഡിലിരിക്കുന്ന ബാസ്ക്കറ്റിൽ ഞാൻ എൻ്റെ എക്സ്ട്രാ പ്രൊഡക്ട്സ് എല്ലാം ഇട്ട് വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ചില പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതും ഞാൻ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ്. അങ്ങനെ അത് തീർന്നു. ഇതങ്ങനെ വലിയൊരു പണിയൊന്നും ആയിരുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ പണിയാകുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കില്ലേ, ആ കൂട്ടത്തിൽ പെടുന്നൊരു പണിയായിരുന്നു. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഹോഫ് എന്നൊരു ഫീല് വരില്ലേ, അങ്ങനെയായിരുന്നു എനിക്ക്. പിന്നെ ഇങ്ങനത്തെ അടക്കിപ്പറക്കി ഒതുക്കി വെക്കലൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാലേ നമ്മളിങ്ങനെ സമയം ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ അടുത്തേലോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൈഡിലുള്ള ഈ ബാത്റൂമിലും കൂടെ കയറിയെന്നേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ബാത്റൂം വെറ്റ് വൈപ്സ് ഇതൊരു അടിപൊളി സംഗതിയാണ്. ഇതെല്ലാ വീട്ടിലും നമ്മൾ വാങ്ങിച്ചു വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഡെയിലി വാഷ് ബേസിനും അതേപോലെ ടോയ്ലറ്റും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്കത് ഡീപ്പ് ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. നമ്മളൊരു 3-4 ദിവസത്തിലൊരിക്കലാണ് പ്രോപ്പറായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാറ്.
പക്ഷെ നമ്മൾ ഡെയിലി മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കുന്ന സ്ഥലമാകുമ്പോഴേ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് വൃത്തികേടുകൾ വരാൻ സാധ്യതയുണ്ടല്ലോ. അതിന് പറ്റുന്നൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു ബാത്റൂം വെറ്റ് വൈപ്സ്. ഇതൊരു വാട്ടർ വൈപ്സ് അങ്ങനെയല്ല കേട്ടോ, ഇത് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വൈപ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് സീറ്റും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും നമുക്ക്. ഇന്നിപ്പോൾ യുവി നല്ല ഉറക്കമാണേ. ഏകദേശം 3/4 മണിക്കൂർ ഒരു മണിക്കൂറായി ഉറങ്ങിയിട്ട്. ചില ദിവസങ്ങളിൽ കുറച്ച് അധിക നേരം കിടന്ന് ഉറങ്ങുന്നത് കാണാം. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം തോന്നുന്നു. അങ്ങനെ എക്സ്ട്രാ കിട്ടുന്ന സമയം ഞാൻ ഫലപ്രദമായി എന്തെങ്കിലും എനിക്ക് പെൻഡിങ് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതേപോലെ ഞാൻ മുന്നേ പറയാറുണ്ടായില്ലേ ചില കോഴ്സസൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് പഠിക്കാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഈ വീട്ടിൽ എൻ്റെ ഒരു മെയിൻ സ്ഥലമായിരുന്നു ഈ ഒരു റീക്ലൈനർ. ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ എൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തിരുന്ന എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാര്യങ്ങളൊന്നും കൂടെ പ്ലാൻഡായിട്ടും നല്ലോണം ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടി തുടങ്ങിയത്. അഹം എന്ന് പറഞ്ഞ പടം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. അത് ഞാൻ ഇന്നലെ കുറച്ച് പകുതിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ബാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നല്ല ഉഷാറായി എണീറ്റിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേട്ടനൊക്കെ മാറ്റാം, കുറച്ച് വെളിച്ചമൊക്കെ ഒന്ന് അകത്ത് കയറട്ടെ. പിള്ളേർ നമ്മൾ പറയുന്നതിനോടും ചെയ്യുന്നതിനോടൊക്കെ റിയാക്ട് ചെയ്യുക, നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുക, നമ്മുടെ അടുത്തോട്ട് ചാടി വരിക, കരച്ചിൽ നമ്മളെടുക്കുമ്പോൾ നിർത്തുക, നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടിരിക്കുക. ഇതൊക്കെ എന്തൊരു പ്യുവർ ഫീലിംഗ് അല്ലേ. എനിക്ക് ഇന്നേ വരെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഇമോഷൻ അൺലോക്ക് ചെയ്ത പോലെയായിരുന്നു ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും കംഫർട്ടും കണ്ടുപിടിക്കുന്ന പോലെ കാണിക്കുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് വൃത്തിയായി. കാരണം ചില ദിവസം ഞാൻ ഇവനെ രാവിലെ, എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ സ്ലീപ്പ് സ്യൂട്ടൊന്നും ഇട്ട് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അധിക ദിവസം ഞാൻ മാറ്റാറുണ്ട്. പിന്നെ ചില ദിവസം മടിയൊപ്പം മാറ്റില്ല. പിന്നെ നമ്മളൊന്ന് പുറത്ത് ചെറുതായിട്ട് നടക്കാൻ പോകണം എന്നൊരാഗ്രഹമുണ്ട്. കുറച്ച് 1-2 ദിവസമായി ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും വെതർ അത്ര നല്ലതല്ലെങ്കിലും ചെറുതായിട്ട് ഇവനെയും കൊണ്ടൊന്ന് നടക്കാൻ പോകാറുണ്ട് കേട്ടോ. കാരണം പ്രകൃതിയായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ച് ആവശ്യമാണല്ലോ. പിന്നെ ഇന്ന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. യുവി ആദ്യമായിട്ട് ചിക്കൻ കഴിക്കാൻ പോവാണ് അല്ലേ? ചിക്കൻ കഴിക്കാൻ പോവാം. ചിക്കൻ കഴിക്കുകയാണോ യുവി? അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ഷോർട്സും കൊണ്ട് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഷോർട്സിൽ കുറച്ച് ഞാൻ വൃത്തിയിലാണ് പ്രത്യക്ഷപ്പെടാറ്. ലോങ് വീഡിയോയിൽ ഞാൻ എല്ലാ കോലത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. കുറേ കാലമല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഷോർട്സ് നമുക്കൊക്കെ പുതിയതല്ലേ. അപ്പോൾ ഷോർട്സിൽ കുറച്ച് വൃത്തിയിലും ഇവിടെ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ അങ്ങനെയും പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ താഴെ പോയിട്ട് നമുക്ക് ചിക്കനും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് യുവിക്ക് ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അല്ലേ? ചിക്കൻ തട്ടെ യുവിക്ക്. ആ പച്ച ചെടി ഒരു എന്താ പറയാ, ഈ വിൻഡോന്റെ അവിടെ ഒരു ചെടി ഇരിക്കുന്നുണ്ട്, അതിന്റെ പച്ച കളറിലാണ് കണ്ണ് മൊത്തം. ചിക്കനും ക്യാരറ്റും കൂടെ ഉണ്ടോ മിക്സ് ചെയ്യുന്നത്? ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു 4 മാസം കഴിയുമ്പോൾ ചെറുതായിട്ട് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ പാലിന്റെ അളവ് കുറയ്ക്കാത്ത രീതിയിൽ 1 സ്പൂൺ ഫ്രൂട്ട്സ് രാവിലെയും ഈവനിങ് വെജിറ്റബിൾസ് എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6 മാസം ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഇന്ന് രാവിലെ കണ്ടതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ആപ്പിൾ കൊടുക്കും. ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു പോർഷൻ ലഞ്ച് കൊടുക്കും. പിന്നെ ഒരു 6 മണിക്ക് ചെറിയൊരു പോർഷൻ ഡിന്നറും കൊടുക്കും. അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇപ്പൊ കൊടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസത്തിലൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ അവര് 1 സ്പൂൺ വെച്ച് ട്രൈ ചെയ്തൊക്കെയോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു മനസ്സിലൊരു ചേരാത്ത പോലെ, ഇത് എന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ 6 മാസമായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ യുവിക്ക് 6 മന്ത്സ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചിക്കൻ ട്രൈ ചെയ്യാൻ പോവാണ്. ചിക്കനും ക്യാരറ്റും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ചിക്കനും ക്യാരറ്റും, അല്ലെങ്കിൽ ചിക്കൻ സ്വീറ്റ് പൊട്ടാറ്റോ, ചിക്കൻ പംകിൻ, ചിക്കൻ ബ്രോക്കലി, അങ്ങനെ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ ഇവന് കുറച്ച് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ക്യാരറ്റ് ആയത് കാരണം ക്യാരറ്റ് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ചിക്കൻ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമിടാതെ ജസ്റ്റ് കഴുകിയ ചിക്കൻ വേവിക്കുക ചെയ്യുന്നത്. ഉപ്പോ മഞ്ഞപ്പൊടി അങ്ങനെ ഒന്നും ഇടുന്നില്ല. 1 വയസ്സ് വരെ ഇവർക്ക് തീരെ ഉപ്പ് കൊടുക്കരുത് എന്നാണ് പറയുക. പിന്നെ അത് കഴിഞ്ഞ് 3 വയസ്സ് വരെ വേണമെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അത്രയൊന്നും ഉപ്പ് കൊടുക്കരുത്, ലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഉപ്പ് കൊടുക്കാം. അപ്പോൾ ഇവിടെ അധികം ഞാൻ കണ്ടിട്ടുള്ളത് പിള്ളേർക്കൊന്നും 3 വയസ്സ് വരെ ഒട്ടും തന്നെ അങ്ങനെ ഉപ്പ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ചിക്കനൊക്കെ ആണെങ്കിൽ തന്നെ അധികം ഉപ്പിടാതെയാണ് അവർക്കൊക്കെ ജസ്റ്റ് ഒന്നെങ്കിൽ ബട്ടറിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഒന്നുകൂടാതെ ചിക്കൻ ഒന്ന് വേവിക്കുന്നു. പിന്നെ ഇതേ ക്യാരറ്റ് ഉണ്ട്. അപ്പൊ ഈ കാണുന്ന പോലെ നമ്മളൊരു 3:1 റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. 3 സ്പൂൺ ക്യാരറ്റിന് 1 ടേബിൾ സ്പൂൺ ചിക്കൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ലഞ്ച് ഉണ്ടാക്കാം.
ഈ ഒരു ഷോർട്സ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. കമൻറ്റ് സെക്ഷനിൽ ഭയങ്കര ഡിസ്കഷനായ 2 കാര്യമായിരുന്നു. 1, 6 മാസമുള്ള ഒരു കുട്ടിക്ക് ചിക്കൻ കൊടുക്കാൻ പാടുമോ? 2, ഫ്രീസ് ചെയ്ത ഫുഡൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് എന്ന്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്സ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശബ്ദം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോയത്. തൽക്കാലം നമുക്കിവിടെ പറയാം, ശബ്ദം ഒന്ന് തിരിച്ചു വന്നതിന് ശേഷം നമുക്കൊരു ഷോർട്സ് ചെയ്യാം. യുവിക്ക് ഞാൻ എന്തൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഇവിടെ ഡോക്ടറെ അടുത്ത് ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ ചിക്കൻ സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ ഡോക്ടറുടെ അഡ്വൈസോട് കൂടെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ നമ്മൾ കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പൊതുവേ വായിക്കാറ് 3 സ്ഥലങ്ങളിലാണ് കേട്ടോ. 1, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 2, അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് AAP, പിന്നെ അടുത്തത് അക്കാദമി ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ബേബീസ് ജനിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഒരു അയൺ സ്റ്റോർ ഉണ്ടായിരിക്കും. പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ബോഡിയിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്തത്. തുടക്കത്തിൽ 6 മാസം ഈ ഒരു അയൺ സ്റ്റോറും ഒപ്പം ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന അയണും അവർക്ക് ഇനഫാണ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പക്ഷെ 6 മാസം കഴിയുമ്പോൾ അവരുടെ അയൺ സ്റ്റോർ കുറയാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് നമ്മൾ നല്ല അയൺ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ബേബീസിന് കൊടുക്കണം. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും മസിൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞാൽ ചിക്കനും മട്ടണും ബീഫും ഒക്കെ പിള്ളേർക്ക് ഇങ്ങനെ പ്യൂരേ രൂപത്തിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് ഈ 3 ആർട്ടിക്കിളിലും പറയുന്നത്. പക്ഷെ നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നതാണ് 1 വയസ്സ് കഴിഞ്ഞ് പിള്ളേർക്ക് മീറ്റൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ബ്ലോക്കേജ് ഉള്ളവർക്ക് അയേണിന് വേണ്ടി എനിക്ക് തോന്നുന്നു ലെൻറ്റിൽ, മൂങ് ദാൽ അല്ലെങ്കിൽ സ്പിനച്ചൊക്കെ പിള്ളേരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ സ്റ്റിൽ പ്രോട്ടീൻ കുറച്ചും കൂടെ നമുക്ക് കിട്ടുക ചിക്കനും എഗ്ഗെന്നും ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഉണ്ടാക്കിയ പ്യൂരെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഫ്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഇതും എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് യുവിനെ ഗ്രോത്ത് ചെക്കപ്പിന് കൊണ്ടുപോകുന്ന ഡോക്ടർ തന്നെയായിരുന്നു. അതിനുശേഷം ആർട്ടിക്കിൾസ് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് സ്റ്റോറേജിനെ പറ്റിയിട്ടും ഫ്രീസിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളിത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് തൊട്ട് തണുത്ത് കഴിഞ്ഞ് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് അതിനുശേഷം കൊടുക്കുന്നതിൻ്റെ മുന്നേ ഡീഫ്രോസ്റ്റ് ചെയ്ത് റീഹീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഫ്രീസ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നു. ചില ആൾക്കാർ ബ്രസ്റ്റ് മിൽക്കൊക്കെ ഫ്രീസ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നവരും ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനിത് മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമ്മൾ പ്രോപ്പർലി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പ്യൂരെ നമുക്ക് 1-2 മാസം വരെയൊക്കെ ഫ്രീസ് ചെയ്യാന്നുള്ളത് AAPയിൽ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ആർട്ടിക്കിളിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, നമ്മുടെ സാഹചര്യം അല്ലാതെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി 2 പേർക്കും ഓഫീസിൽ പോകണം, കുട്ടീനെ ഡേ കെയറിലാക്കുമായിരിക്കും നോക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു സമയമൊന്നും എല്ലാ ഫാമിലിക്കും വേണമെന്നുള്ളതില്ല. അപ്പോൾ ആ സമയങ്ങളിൽ കുട്ടിക്ക് നന്നായിട്ട് വീട്ടിലുണ്ടാക്കിയ പ്യൂരെ ഫ്രീസ് ചെയ്ത് കൊടുക്കുന്നത് ഹെൽത്തി ഓപ്ഷനായിട്ട് തന്നെയാണ് കേട്ടോ ഇവരെല്ലാം പറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഞാൻ വീട്ടിലുണ്ടായിട്ട് എന്തിനാണ് യുവിക്ക് ഫ്രീസ് ചെയ്ത് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത്. യുവിക്ക് എല്ലാ നേരം നമ്മൾ ഫുഡ് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുകയല്ല കേട്ടോ ചെയ്യാറ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സമയങ്ങളിൽ ഫുഡ് എക്സ്ട്രാ വരുമ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് അങ്ങനെയും മുഴുവൻ എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇതൊരു പുതിയ കാര്യമായിട്ട് കേട്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ വായിക്കും, മനസ്സിലാക്കും, പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ച് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം എല്ലാ പേരൻസും ബെസ്റ്റാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കുള്ളൂ. അങ്ങനെയാണ് ഞാനും ശ്രമിക്കുന്നത്, നിങ്ങളും അതിന് തന്നെയാണ് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലെങ്കിലും എടുത്ത് അതിനെയൊക്കെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ കത്തിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് യുവി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോവുകയാണേ. ഇവിടെ ലഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിന്ന് ലഞ്ച് കഴിക്കാം. ഞാൻ ഇന്നലെ രാത്രി ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇടിയപ്പം ആക്ച്വലി നമ്മുടെ മീൽ പ്രോപ്പിങ്ങിന് അത്ര ഒത്തുപോണ സംഗതിയല്ല. കാരണം നമ്മൾ ഫ്രഷ് ആക്കി ഉണ്ടാക്കിയെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇടിയപ്പം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഇവിടേക്കൊക്കെയോ സ്റ്റക്ക് ആയത് തോന്നുന്നു. അപ്പൊ ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കി. നല്ല മുഴുത്ത ഇടിയപ്പാട്ടം ഉണ്ടാക്കിയത്. വലിയ പാത്രം ഉണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ ഫുൾ അങ്ങോട്ട് ആക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കാനുള്ള രീതിയിൽ ഒരു 3 ഇടിയപ്പം ഉണ്ടാക്കി. ഇന്നലെ നമ്മൾ പകുതി കഴിച്ചു, ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കും നല്ല ലഞ്ച് കഴിക്കാം. കടലക്കറി 2 ബോക്സും കൂടെ ഉണ്ട് നമുക്ക്. കറിയുണ്ടോ? പോയി നോക്കിയോക്കൂ. കടലക്കറി നമുക്കൊരു 2 ബോക്സും കൂടെ ഉണ്ട്. ചിക്കൻ കറിയുണ്ട്. യുവിനെ കൊണ്ട കിടത്തി കഴിഞ്ഞാലേ പെട്ടെന്ന് ഉറങ്ങാറില്ല. കുറച്ചൊന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കടന്ന് കളിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാറ്. അപ്പൊ ശബ്ദം നമ്മുടെ സ്ക്രീനിൽ നോക്കുകയാണ്. അപ്പൊ കടലക്കറി നമുക്ക് 2 ബോക്സ് ഉണ്ട്. പിന്നെ മുട്ടക്കറിക്കുള്ള മസാല കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കാറ്. കാരണം മുട്ട അതിൽ ഇട്ട് കഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കേട് വരുമല്ലോ. അപ്പൊ ഫുൾ മസാല റെഡിയാക്കി വെക്കും. അതിലോട്ട് വെള്ളം ഒഴിച്ച്
തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കഴിക്കുന്ന ദിവസമേ ചെയ്യുള്ളൂ. അപ്പൊ മുട്ടക്കറി ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അപ്പൊ എന്തായാലും ശനിയാഴ്ച വരെയുള്ള ഭക്ഷണം നമുക്ക് റെഡി ആയിരുന്നു. ഇത്തവണ എന്താ ഉണ്ടായിന്ന് അറിയാം, വെള്ളിയാഴ്ച വരെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇത്തവണ നമുക്ക് പനി ഇവിടെ കിട്ടൂലോ. അപ്പം പനി വന്നപ്പോ ഇതൊന്നും കഴിക്കുന്നൊണ്ടായില്ല. അപ്പൊ കഞ്ഞിയും ചോറും മൂരി കാച്ചിയതും കൊണ്ടാട്ടം ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ ലഞ്ചും ഡിന്നറും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഫുഡ് കുറച്ച് എക്സ്ട്രാ ഉണ്ട് നമുക്ക് ഇത്തവണ. ഇതേപോലെ തന്നെ നമ്മൾ മീൽ പ്രിപ്പ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പുറത്തെടുത്തതിന് ശേഷം റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു 0 to 3 ഡിഗ്രിയുടെ ഉള്ളിൽ വെക്കുക. പിന്നെ പുറത്തെടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്ത് റീഹീറ്റ് ചെയ്യുക. കുറേ നേരം ഭക്ഷണം പുറത്ത് വെക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊരു മീൽ പ്രിപ്പിൻ്റെ ക്ലാസ് റൂം പോലെയായോ? എനിക്കെന്താണെന്നറിയാം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഒരു ഡയറ്റീഷ്യൻ കോഴ്സിന് വേണ്ടി പഠിക്കാൻ ഇങ്ങനെ ഓൾമോസ്റ്റ് റെഡിയായ സമയത്താണ് പ്രഗ്നൻ്റ് ആയി കുറച്ച് കാലം ഒന്ന് ബിസി ആയി പോയത്. ഇപ്പം ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിച്ചതിന് ശേഷം കൂടുതൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. വിഷ്ണുവിന് കിച്ചൺ ക്ലീൻ ചെയ്തോളും. ഞാൻ ആ നേരം പോയി എൻ്റെ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങട്ടെ. ഇതാണ് എൻ്റെ ഒരു മെയിൻ വർക്കിംഗ് ടൈം കേട്ടോ. കാരണം ഉച്ചയ്ക്ക് കുറച്ചധികം നേരം യുവി കിടന്നുറങ്ങും. ഒരു 2-2.5 മണിക്കൂറോളമൊക്കെ ചില ദിവസങ്ങളിൽ അധികം ഉറങ്ങാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള എഡിറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അങ്ങനത്തെ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡോക്യുമെൻറ്റിംഗ് ഒക്കെ വരുമല്ലോ, അതൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് ഇരുന്നിട്ട് കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാറ്. മുന്നധികം എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയിരിപ്പിന് ചെയ്ത് തീർക്കുമായിരുന്നു. അതാണ് എനിക്കിഷ്ടം, അതിലെനിക്ക് ഫുൾ ഫോക്കസ് കിട്ടുക. പക്ഷെ ഇപ്പം അതിന് നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ബ്രേക്ക് എടുത്ത് അതേ ഫോക്കസോട് കൂടെ കാര്യങ്ങൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 1 മാസം ഞാൻ പഠിച്ചെടുത്ത പുതിയൊരു സ്കില്ല്. എൻ്റെ പണിയൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയപ്പോഴേക്ക് യുവി എണീറ്റിട്ടുണ്ട്. നമുക്ക് ഇവനെയും കൊണ്ട് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോകാം കേട്ടോ. പുറത്ത് തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര മരവിച്ചൊരവസ്ഥയെ വന്നു. അപ്പോൾ പിന്നെ പിള്ളേരുടെയൊക്കെ കാര്യം പറയണം, ഞാനങ്ങനെ വിചാരിക്കും കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ച് പ്രകൃതിയൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് നടന്നിട്ട് തിരിച്ചു വരാം. എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഇനിയും കൊണ്ട് നടക്കാൻ പോകണം എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അതെനിക്ക് നമ്മുടെ ഈ ഒരു ഇതിൽ പറ്റാറില്ല. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലെ നടക്കാൻ കൊണ്ടുപോകും. പുറത്ത് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പൊതുവേ ഇവനിങ്ങനെ എല്ലാം ശ്രദ്ധിക്കുന്ന പോലത്തെ ഒരു ഇമ്പ്രഷൻ നമുക്ക് തരും. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിരിക്കും എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ പുറത്ത് പോവുക, ഇവനിങ്ങനെ എടുത്ത് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളതൊക്കെ എനിക്കും ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണെന്ന് തോന്നുന്നു. തിരിച്ചു വന്ന് നമ്മൾ കുറച്ചു നേരം കിടന്നു കേട്ടോ. അവൻ ഉറങ്ങുകയൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി, അവനവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ഉറക്കം ഞാൻ ഉച്ചയ്ക്ക് ചെയ്യാറുണ്ട്. ഭയങ്കര ഡീപ്പ് സ്ലീപ്പൊന്നും ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ അവൻ എൻ്റെ ഒപ്പം കിടന്ന് ഉറങ്ങും, ചില ദിവസം അവൻ ഇതേപോലെ സൈഡിൽ കിടന്ന് കളിക്കുകയായിരിക്കും. കുറച്ച് നേരത്തെ എണീറ്റ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെത്തുമ്പോഴേ കുറച്ച് നേരം ഇടയ്ക്കൊന്ന് റെസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ എൻ്റെ ഇതിൽ തിരികെ കയറ്റിയതായിരുന്നു ഈ ഒരു ചെറിയ ഉറക്കം. ആ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിച്ച് അധികം ഒന്ന് വാക്വമൊക്കെ ചെയ്തിട്ട് എടുക്കാറുണ്ട് ബെഡ്റൂം. കാരണം അത്യാവശ്യം നല്ല പൊടിയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം വിഷ്ണു യുവി അത്യാവശ്യം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ ജോലിയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് യുവിക്ക് നമ്മൾ ഡിന്നർ കൊടുക്കും. ഡിന്നർ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടോ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ സാധാരണ ഞാൻ കൊടുത്താൽ മാത്രമാണ് അവൻ കഴിക്കുള്ളൂ. ആ സ്വഭാവം നമുക്കങ്ങനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്വഭാവമല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്നിട്ട് വിഷ്ണു ഇപ്പോൾ യുവിക്ക് ഫീഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മളിങ്ങനെ അവനെയും വിഷ്ണുവിനെയും ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എങ്ങാനും പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയം കഴിക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടല്ലേ. ചുമ്മാട്ടോ ഇത്രയും പണി ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാ തോന്നുന്നു. പെട്ടെന്ന് ഉറങ്ങാന്നുള്ളൊരു മൂഡിലായിരുന്നു. പിന്നെ അവനെ പോയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ഹോട്ട് വാട്ടർ ടവലിൽ തുടപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്ലീപ്പ് ബാഗിലൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് നമ്മൾ രാവിലെ ചെയ്ത പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ യുവി നല്ല സുഖസുന്ദരമായി ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. ഈ ഒരു സ്ലീപ്പ് ട്രെയിനിങ് ഭയങ്കര അടിപൊളി സംഗതിയായിരുന്നേ. തുടക്കത്തിലൊരു 3 ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവനിപ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയല്ലേ. ഉറങ്ങി
ഇന്ന് ഞാൻ ഒപ്പം വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂറിൽ കൂടുതൽ ലേറ്റാണ് കേട്ടോ. സാധാരണ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ യുവീനെ കിടത്താറ്. ഒരു 7:15 കൂടെ യുവി ഉറങ്ങിയെന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് താഴെ വന്ന് ഞാനും വിഷ്ണുവും കൂടെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാൻ താഴത്തെ ഫ്ലോർ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാറ്. എനിക്ക് സാധനങ്ങൾ പരന്ന് കിടക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് ചെയ്യാറ്. നമ്മൾ ഈ ഫ്ലോറിങ് മാറ്റാൻ വേണ്ടി പോവുക കേട്ടോ. ഇപ്പോൾ ഉള്ളത് വുഡൻ ഫ്ലോറിംഗ് ആണ്, അടിപൊളിയാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ഉപരി നമുക്കിപ്പോൾ ഇവിടെ ഫ്ലോർ ഹീറ്റിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ ഫ്ലോർ ഹീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലോട്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പനി വന്നിട്ട് എല്ലാവർക്കും മാറി. അതിൻ്റെ അവസാന സെറ്റ് എനിക്കാണ്. അപ്പോൾ നമുക്ക് രാത്രിത്തെ ഡിന്നറും കൂടെ ഉണ്ടാക്കിയിട്ട് 8:30 കഴിച്ച് കിച്ചൺ നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അരമണിക്കൂർ പിന്നിക്കാണ്. ഞാൻ ഒപ്പം വീഡിയോ കൊണ്ട് എടുക്കൊണ്ട് കുറച്ചൊരു സമയം അതിനും വരുമല്ലോ. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ എന്തുണ്ടല്ലോ നമ്മുടെ പഴയൊരു മോഡല് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. അതായത് ഞാൻ അധികം വോയിസ് ഓവർ ചെയ്യുന്നത് എനിക്ക് എന്തോ പെട്ടെന്ന് മിസ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ പക്ഷേ ഇന്ന് അങ്ങനെ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. എന്തായാലും ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചപ്പോൾ, അതായത് ഇപ്പം ഇന്ന് ഇങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നും ഇങ്ങനെയാണ്, എന്നും ഇത്രയും സ്മൂത്ത് ആവുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ദിവസമായിരുന്നു. ചില ദിവസം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ചൊക്കെ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചെങ്കിലും യുവിക്ക് പനിയായത് കാരണം, പിന്നെ നമുക്ക് പനിയായത് കാരണം ഭയങ്കര കച്ചറ വിച്ചറായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോ അത് കുറച്ച് ടൈം മാനേജ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നത് കാരണം നമുക്ക് വീണ്ടും വോയിസ് ഓവറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞ് പിന്നെ വോയിസ് ഓവർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം എനിക്ക് കിട്ടാത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു. അതാ കൂടുതൽ ഞാൻ വീഡിയോ നോക്കി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ചിന്തിച്ച് തുടങ്ങാം. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡേ കാണിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതിന് പുറമെ വിഷ്ണു ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില വീഡിയോയിൽ കമൻറ്റ്സ് വരാറുണ്ട് എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന എത്ര കാര്യങ്ങളുണ്ട് അത്രത്തോളം കാര്യങ്ങൾ തന്നെ വിഷ്ണു വേറെ മേഖലകളിൽ കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിഷ്ണുവിൻ്റെ ഒരു ഡേ ഷൂട്ട് ചെയ്താൽ വിഷ്ണു ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം ചിലപ്പോൾ ഒന്ന് TV കാണാനിരിക്കാറുണ്ട് കേട്ടോ. എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർക്ക് ടാങ്ക്. എനിക്കൊട്ടും ഹിന്ദി അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി ഇപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാറുണ്ട്. വിഷ്ണു എനിക്ക് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഹിന്ദി നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഷാർക്ക് ടാങ്കൊക്കെ കാണും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. വിഷ്ണു കുറച്ച് നേരം കൊണ്ടിരുന്ന് TV ഒക്കെ കാണാറുണ്ട്. ഞാനൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വരാം. രാവിലെയും രാത്രിയും നമ്മൾ ചെറുതായിട്ട് ഒരു സ്കിൻ കെയർ പരിപാടിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് രാത്രിത്തെ ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യാം. ശരിക്കും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആണല്ലോ ബ്രഷ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ചെറിയ OCD പ്രശ്നമുള്ളത് കാരണം എനിക്ക് ചില പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചധികം കാലമായിട്ട് ഞാൻ സ്കിൻ കെയർ കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യാറ്. അപ്പോൾ ആ പാറ്റേൺ എനിക്ക് ബ്രേക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാവുകൊണ്ട് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എൻ്റെ ശബ്ദം മുഴുവനായിട്ട് പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ പോയി തുടങ്ങുന്ന ഒരവസ്ഥയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ തൊണ്ടവേനയൊക്കെ ഉള്ളതുകൊണ്ട് അത് പോകാൻ വേണ്ടി നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ശബ്ദം മൊത്തമായി അടിച്ചുപോയി. ഇനി രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ടു ഡു എഴുതിയാൽ പ്രയോറിറ്റിയിൽ വരുന്ന എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റി, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നാളെയിലോട്ട് മാറ്റി വെക്കണം, അങ്ങനത്തെ ഒരു ചെറിയ അസസ്മെൻറ്റ് ഞാൻ രാത്രി ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ബുക്കും പെന്നും എടുത്തിരിക്കുന്ന ഈ ഒരു സമയമല്ലേ, എനിക്കത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. അത് മുന്നേ എനിക്കറിയായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതില്ലാതെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് എൻ്റെ കൈ എഴുതുന്നതാണ് എൻ്റെ തലയിൽ ഫീഡായി കൊണ്ടിരിക്കുക. അതുകൊണ്ട് രാത്രി ഞാൻ കുറച്ച് നേരം ഈ ഒരു ബുക്കും പേപ്പറൊക്കെ വെച്ച് ഇരിക്കും. കുറച്ച് എനിക്ക് മനസ്സ് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതും. ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ, അങ്ങനെ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്ത് ഈ ഒരു ദിവസം നമുക്ക് മെല്ലെ അവസാനിപ്പിക്കാം. മോള് ഇവിടെ അടുത്ത് പോയി കിടന്ന് ഇനി നമുക്ക് ഉറങ്ങാം. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.